ഹലോ ഹലോ, നോവലിസ്റ്റ് സണ്ണി കുറുവല സാറുണ്ടോ? ആരാ സംസാരിക്കുന്നത്? ഞാൻ അദ്ദേഹത്തിന്റെ ഫാനാണ്, ആരാധിക. അദ്ദേഹം ഇവിടെ ഇല്ല. അയ്യോ, കഷ്ടമായി പോയി. എനിക്ക് അർജന്റ് ആയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നല്ലോ. എന്നതിനാ? ഏതോ ഒരു ക്രിമിനൽ അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പത്രത്തിൽ വായിച്ചു. അത് കണ്ടതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ മാഡത്തിന് അറിയില്ല. അദ്ദേഹം എപ്പോൾ വരും? എന്നതിന് ഇതൊക്കെ അറിയുന്നത്? നിനക്കൊക്കെ വേറെ പണിയില്ലേ? സ്റ്റൂപ്പിഡ്. ചോദ്യം കേട്ടില്ലേ? എവിടെ പോയി, എന്നത്തിന് പോയി? കണ്ടില്ലേ, ഇവക്കൊക്കെ ഉറക്കം വരത്തില്ലായിരിക്കും. ഹലോ, എന്താ മാഡം ഒരു മാനേഴ്സ് ഇല്ലാതെ ഫോൺ കട്ട് ചെയ്തത്? ദിസ് ഈസ് ആൻ എസ്ടിഡി കോൾ. നിങ്ങൾ ആരാ? അദ്ദേഹത്തിന്റെ വൈഫാണോ? ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? അല്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. ഏതായാലും ഇത്രയും മാനേഴ്സ് ഇല്ലാത്തൊരു വൈഫാണ് സണ്ണി സാറിന്റേതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീ ആരാടി എന്നെ മാനേഴ്സ് പഠിപ്പിക്കാൻ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ ഇവിടെ വിളിച്ച് ശല്യം ചെയ്തല്ലുണ്ടല്ലോ. എന്താ അത്ര ചിരിക്കാൻ? എന്നാത്തിന് എന്റെ ചേച്ചി ഇത്രയും ചൂടാവുന്നേ? ഇത് ഞാനാ, മിസ് സോണിയ ചെറിയൻ, യുവർ ലവ്ലി ഓൺലി സിസ്റ്റർ. നീയോ? നീ ആള് കൊള്ളാലോ. ചേട്ടന് ഫാൻസ് വിളിക്കുന്നത് ചേച്ചിക്ക് അലർജിയാണെന്ന് എനിക്കറിയില്ലേ. അതുകൊണ്ട് ചേച്ചിയെ ഒന്ന് പറ്റിക്കാൻ. ആ മതി മതി. ആട്ടെ, നീ ഇപ്പൊ എവിടുന്നാ? സ്റ്റഡി ടൂറൊക്കെ എങ്ങനെ? അടിപൊളി. ഇതാ നീ ആവശ്യപ്പെട്ട പങ്കജ് ഉദാസിന്റെ കളക്ഷൻ. കബി ആൻസു കബി ഖുശ്ബു. എന്താ ഇത്? ഏയ് വേണ്ട, സോണി വന്നിട്ടുണ്ട്. ഓ എവിടെ? ഹായ് സണ്ണിച്ചായ. അല്ല, ഇത് എപ്പോ വന്നു? ഇതെന്നത് സണ്ണിച്ചായ, കവിളിലൊരു പാടൊക്കെ. ചേച്ചി പോടിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ന്യൂസ് പേപ്പറിൽ കോർട്ടിലെ പെർഫോമൻസ് അറിഞ്ഞപ്പോഴേ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വിളിച്ചതാ. പക്ഷെ എന്നെ ചെയ്യാനാ, സണ്ണിച്ചായനെ കിട്ടുണ്ടായോ? ഇവള് വന്ന് കയറിയപ്പോ തുടങ്ങി ലാത്തിയ. എടി, കേസ് ജയിച്ചെങ്കിലേ അതെന്റെ കെട്ടിയോന്റെ മിടുക്ക, അറിയോ? ചേച്ചി കൂടുതൽ എന്നെ ഞെളിയണ്ട. അതെ, രണ്ടാളും കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. തട്ടിക്കളയൊന്ന് വെല്ലുവിളിച്ചേച്ചല്ലേ അവൻ പോയത്. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ആൻസി പേടിപ്പിക്കാതെ. അല്ലെങ്കിൽ തന്നെ അവള് ഭയങ്കര ടെൻഷനില്ല. ആട്ടെ, ആരെങ്കിലും എന്നെ വിളിച്ചിരുന്നോ? ഇല്ല. എനി ലെറ്റേഴ്സ്? ആ, 1-2 ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആരാധികമാരാ. ഇവക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ? ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. വീട് മുഴുവൻ ഗസൽമയാണല്ലോ. ഗസൽ മാത്രമല്ല, പോപ്പ്, ക്ലാസിക്, ഭജൻ, എന്തിന് ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ഷെഹനായി വരെ ഉണ്ട് ഇവിടെ. സംഗീതവും സാഹിത്യവും ബെസ്റ്റ് കോമ്പിനേഷൻ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. താങ്ക് യു. ആഹാ, ഇതെന്നാ പരിപാടിയാ? നേരത്തെ കിടന്ന് ഉറങ്ങാൻ പോകണോ? ഒരാഴ്ചയായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. ദിവസവും കുറച്ച് സമയം എഴുതിയിരുന്നെങ്കിൽ ഇപ്പൊ പകുതി തീർന്നേനെ. ഈ എഴുത്തെന്നൊക്കെ പറയുന്നത് മിക്സിയിൽ ചമ്മന്തി അരയ്ക്കുന്ന പോലാണോ എല്ലാം കൂടെ അടിച്ച് കുഴച്ചും കിടക്കാൻ? അതിനൊക്കെ ഒരു മൂഡ് വേണ്ടേ? നീ വന്നേ, വാ വാ. ദേ ഒരു കാര്യം, എഴുതിക്കൊണ്ടിരിക്കുമ്പോ വെറുതെ നുള്ളും തോണ്ടൊക്കെ ചെയ്താലുണ്ടല്ലോ, ഞാൻ എന്റെ പാട്ടിന് പോവും. ചൂടാവാതെ എന്റെ പെമ്പിളെ, ഞാൻ നിന്റെ പാവം കെട്ടിയവനല്ലേ. ആ, എവിടം വരെ എഴുതി നിർത്തിയത്? എല്ലാ കണ്ണുകളും മനോഹരങ്ങളാണ്. പ്രകൃതിയുടെ ഏറ്റവും മഹത്തായ വരദാനമാണ് കണ്ണ്. ദേശാന്തരങ്ങൾക്കനുസൃതമായി അവയ്ക്ക് നിറം മാറുന്നത് കാണാം. തൊട്ടാവാടി പൂക്കളുടെ നേർത്ത നിറം തൊട്ട് ഞാവൽപ്പഴത്തിന്റെ കടും നിറം വരെ. തുടങ്ങി. ഇങ്ങനെയാണ് ഞാൻ ഇട്ടേച്ചു പോകും. ഓ, ഞാനൊന്നും ചെയ്യുന്നില്ലേ. എഴുതിക്കോളൂ. നിന്റെ കണ്ണുകളുടെ നിറം ഈ പറഞ്ഞതിലൊന്നും പെടുന്നില്ല. ദൈവം നിനക്ക് മാത്രമായി ചാലിച്ചെടുത്ത നിറമാണത്. മഴവില്ലിന്റെ 7 നിറവും സപ്തസാഗരവും ആവാഹിച്ചെടുത്തിട്ടും തൃപ്തി വരാഞ്ഞ് ആകാശത്തിന്റെ അനന്ത നീലിമ അത്രയും കൂടി ആ നീലോൽപ്പല മെഴികളിൽ അരച്ചു ചേർത്തിരിക്കുന്നു.
ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നപ്പോൾ അവന്റെ വികാരത്തിന്റെ ചരടുകൾ ഓരോന്നോരോന്നായി വലിഞ്ഞു മുറുകി. അവന്റെ ചുംബനമേറ്റപ്പോൾ അവളുടെ കൈവണ്ണയിലെ നീലരോമങ്ങൾ എഴുന്നു നിന്നു. പിന്നെ അവളുടെ രതിമോഹങ്ങളുടെ തിളക്കത്തിന്റെ ചീളുകളിലൂടെ കൊള്ളിയാൻ മിന്നി. കടിഞ്ഞാൻ പൊട്ടിച്ച് ഉക്രയിട്ട് തലങ്ങും വിലങ്ങും പായുന്ന കുതിരക്കൂട്ടങ്ങൾ അവളുടെ മനസ്സിലൂടെ തേരോട്ടം നടത്തി. അവളുടെ നേരിയ തന്തികളിൽ വിരലൊന്നു തൊടുകയേ വേണ്ടു. മധുരസംഗീതമായി ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എവിടെയുണ്ടോ മാരെ? മേലെ റൂമിലുണ്ട് സാർ. കമാൺ. ഇവരാണ് സാർ. ഓഹോ, എന്താടാ ഇത്? ടി വി സീലിന്റെ പേരും പറഞ്ഞ് ഹോട്ടൽ റൂം എടുത്തിട്ട് ബില്ലും കൊടുക്കായിരുന്നു ചീട്ട് കളിക്കുന്നു. കാശ് വെച്ചാണോ അവിടെ കളി? അല്ല സാർ. ആരാടാ എന്റെ പ്രൊഡ്യൂസർ? പ്രേംകാന്തിയാണ് സാർ. പ്രേംകാന്തിയോ? വേറെ പേരൊന്നും കിട്ടിയില്ല. എവിടെ അവൻ? ഉറക്കമാണ് സാർ. ഇപ്പൊ വിളിക്കാം. വിളിക്കടാ. പ്രേംകാന്തി സാർ, പ്രേംകാന്തി സാർ, പ്രേംകാന്തി സാർ. നെക്സ്റ്റ് ഷോട്ട്. മാറിക്കാം. നീയാണോടാ എന്റെ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ മാത്രമല്ല, ഡയറക്ടറും കൂടിയാ. ഹോട്ടൽ റൂം എടുത്തിട്ട് പൈസയും കൊടുക്കാതെ എ സി ഇട്ട് സുഖിക്കുവാണ് അല്ലടാ? സത്യമായിട്ടും സുഖിക്കായിരുന്നില്ല സാർ. മാനസികമായും ശാരീരികമായും തളർന്നു കിടന്നുറങ്ങിപ്പോയതാ. 2 ദിവസമായിട്ട് ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുക സാർ. എന്താ കാര്യം? കുറച്ച് ക്യാഷ് പ്രോബ്ലംസ്. എത്ര രൂപയാടാ കൊടുക്കാനുള്ളത്? വെറും 10,000 രൂപ. only 10,000 baht. 10,000 bucks ഇല്ലടാ റാസ്കിൽ. ചുമ്മാ ചുറ്റിക്കളിയായിട്ട് നടക്കുവാണല്ലേ? ഇടിച്ച് നിന്റെ സിലിണ്ടർ ഞാൻ ഇളക്കും. നടക്കടാ സ്റ്റേഷനിലേക്ക്. സാർ ഞാൻ മറ്റേ നടക്കടാ. സാർ ഞാൻ വാടാ ഇങ്ങോട്ട്. ആ, നിങ്ങൾ ഇവന്മാരെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഒരു ടാക്സി പിടിച്ച് സ്റ്റേഷനിലേക്ക് വന്നേ. സാർ ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്കിവനെ ഇത്തിരി ആവശ്യമുണ്ട്. നടക്കടാ. സാർ ഞാൻ വാടാ. ജീവനോടുണ്ടെങ്കിൽ ഇനിയും കാണാം. എടാ, നിന്നെ അവിടെ നിന്ന് ഊരിയെടുക്കാൻ ഞാൻ ഇത്ര ഭംഗിയായി അഭിനയിച്ചിട്ടും നിനക്കതൊന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാടാ ഡയറക്ടറാണെന്നും പറഞ്ഞ് മറ്റുള്ളവരെ അഭിനയം പഠിപ്പിക്കാൻ നടക്കുന്നത്? എന്നാൽ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു വേണോട്ടാ. അന്നേരം ശരിക്കും ഞാൻ വരണ്ട മുള്ളി പോയി. അല്ലേലും ഈ കാക്കിക്കകത്ത് കയറിയ പിന്നെ സ്വന്തം അപ്പനെയും അമ്മയും പോലും തിരിച്ചറിയത്തില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ. എന്താടാ അപ്പനും അമ്മയ്ക്ക് ഇത്രയും ഫോഴ്സ്? ഞാൻ ജനറൽ അപ്പനമ്മയെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. നീ സണ്ണിയുടെ അനിയനായി പോയി. അല്ലെങ്കിൽ ഞാൻ വാടാ. അങ്ങോട്ടോ? കേറിയിരിക്കടാ. ഞാനോ? കേറിയിരിക്കടാ ഇങ്ങോട്ട്. വേണു കേട്ടോ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ക്യാമറയും സാധനങ്ങളും ആ ഹോട്ടലുടമ പിടിച്ചു വെച്ചിരിക്കുക. മണിക്കൂർ കണക്കിന് അതിന് വാടക കൂടിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ തന്നെ ഒരു 10,000-12,000 രൂപയെങ്കിലും ആയി കാണും. ആ ക്യാമറ വിട്ടുതരാൻ ഹോട്ടലുടമയോട് ഒന്ന് വിളിച്ചു പറയൂ. അല്ലെങ്കിൽ വേണോട്ടം കുറച്ച് കാശൊന്ന് റോൾ ചെയ്ത് തന്നാൽ മതി. ഞാൻ പലിശ സഹിതം തിരിച്ചു തന്നോളാം കൈ കിട്ടുമ്പോ. കൊച്ചു കഴിവേറി ചെക്കർക്ക് ടിക്കറ്റ് എഴുതാവരാ. എന്റെ പൊന്നുമോൻ ചെന്ന് വേറെ എവിടുന്നെങ്കിലും കാശുണ്ടാക്കിയിട്ട് ക്യാമറ കൊണ്ട് പോയാൽ മതി. കാശുണ്ടാക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു എളുപ്പവഴിയും കാണുന്നില്ല. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഒറ്റ വഴിയുള്ളൂ. എന്ത് വഴി? നേരെ ചെന്ന് നിന്റെ ചേട്ടന്റെ കാലേ വീഴുക. ഓ, ഞാൻ സണ്ണിച്ചായനോട് ചോദിച്ച തരത്തില്ലെന്നേ. വേണുവേട്ടൻ എനിക്ക് വേണ്ടി ഒന്ന് ചോദിക്കാവോ? ചോദിക്കാവല്ലോ. പക്ഷെ ഇതല്ല. പിന്നെന്നതാ? ആ കൊലയിൽ എങ്ങനെ ഇങ്ങനെ ഒരു പേടുണ്ടായിന്ന്? ആ, വളക്കുറവുണ്ടായിരിക്കും. നീ വല്ലതും പറഞ്ഞായിരുന്നു? ഓ, ഒരു ആത്മകഥ അറിയാതെ പുറത്താടിയതാ. നീ ആ കുഞ്ഞുകുട്ടിച്ചാന്റെ മോൻ തന്നെ. കള്ളൻ. കൂടുതൽ ക്ലോസ് ആവല്ലേ? നിർത്തി.
ഉം. ഉം.